ഇറക്കുമതി തീരുവ കൂട്ടിയതോടെ കുതിച്ചുയർന്ന സ്വർണ്ണവില. ഒരു പവൻ സ്വർണത്തിന് 10,200 രൂപയാണ് ആദ്യഘട്ടത്തിൽ കൂടിയത്. പിന്നീട് 4,000 രൂപ കുറഞ്ഞ് സ്വർണ്ണവില പവന് 1,19,120 രൂപയായി. വില വർധന സർവകാല റെക്കോർഡിൽ എത്തിയതോടെ ആശങ്കയിലാണ് ഉപഭോക്താക്കളും വ്യാപാരികളും. മിനിഞ്ഞാന്ന് മോഡിജി ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയപ്പോൾ തന്നെ കസ്റ്റംസ് ഡ്യൂട്ടി കൂട്ടും എന്ന കാര്യം ഉറപ്പായിരുന്നു. സ്വർണ്ണവില ഉറപ്പായിട്ടും ഒരു പവന് 30,000 രൂപയോളം കൂടണമായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് മാത്രമേ ഇന്ന് കൂടിയിട്ടുള്ളൂ. ഇന്ന് ഉച്ചയ്ക്കും നാളെയൊക്കെ ആയിട്ട് 1,30,000 35,000 എത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇനി യുദ്ധം കൂടി തീർന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഗോൾഡിൽ നിന്ന് മാറി ഓയിലിലും കറൻസിയിലും ഇൻവെസ്റ്റ് ചെയ്തവർ തിരിച്ച് ഗോൾഡിലേക്ക് തന്നെ വരും. പെട്ടെന്നൊന്നും വില കുറയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ വിലയും ആൾക്കാർ അംഗീകരിക്കേണ്ടി വരും. കാരണം ഈ വില സ്റ്റേബിളായി ആൾക്കാർ ഇത് ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതേ കസ്റ്റമേഴ്സ് വന്നു തുടങ്ങി. ഇപ്പോൾ ഗോൾഡ് ബിസിനസ്സിൽ ഈ കല്യാണ പാർട്ടികൾ പ്രത്യേകിച്ചും നേരത്തെ ബുക്ക് ചെയ്തിട്ടൊക്കെ ഇട്ടുണ്ടാവും. ഇപ്പോൾ ബുക്ക് ചെയ്തവർക്ക് വില കൂടിയാൽ ഈ വിലയ്ക്ക് കിട്ടും, കുറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും എന്നൊരു കണ്ടീഷനായ ബുക്ക് ചെയ്തവർക്കൊന്നും കാര്യമായി ബാധിക്കില്ല. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, ഒന്നിനും പറ്റാത്ത അവസ്ഥയാവും. പിന്നെ സ്വർണ്ണത്തിന് വില കൂടി കഴിഞ്ഞാൽ സ്വർണ്ണം വേണ്ടാന്ന് നോക്കുക, അല്ലാണ്ട് വേറെ മാർഗമില്ല. അതിന് പൈസ കുട്ടിയൊക്കെ കൊടുത്തോളാം, സ്വർണം വേണ്ട. വില കൂടട്ടെ, എന്നാൽ നമുക്ക് കൂടിയിട്ടാണ് ഞങ്ങൾക്ക് മേടിക്കാൻ, വിൽക്കാനും വാങ്ങാനും. എന്താ ചെയ്യുക, ഒരു വില ഇങ്ങനെ കൂട്ടണേ. നമുക്ക് പാവങ്ങൾക്ക് സ്വർണം വാങ്ങാൻ കഴിയില്ല, പൈസ ഉള്ളവർ വാങ്ങട്ടെ. എല്ലാവരും ഒരു തീരുമാനം എടുക്കണം. അത് വേണ്ടാന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതെല്ലാവർക്കും ഒരാശ്വാസമാകുമല്ലോ. ഇനി വാങ്ങാൻ കഴിയില്ല, ഇനി വേണ്ടാന്നങ്ങ് വെച്ചാൽ മതിയല്ലോ, കുഴപ്പമില്ലല്ലോ. ഇത്രയും വില കൊടുത്തിട്ടൊക്കെ വാങ്ങിയിടാൻ കഴിയുമോ?